നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ്, അവർക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. മെസ്സേജ് കാർഡാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു ദിവസം നിങ്ങളോട് സ്നേഹത്തോടെ എന്തൊക്കെയാണ് പറയാനുള്ളത്, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ലെസ് കോണ്ടാക്ട് ആയിക്കോട്ടെ, അങ്ങനെ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫൊർഗീവ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ അവർ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവരത്രയും വിഷമിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ അവരോട് ക്ഷമിക്കണം എന്നാണ് അവർ പറയുന്നത്. കൈ കൂപ്പി തൊഴുതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ അവരോട് ക്ഷമിക്കണം. അവർ ഇപ്പോൾ നിങ്ങളോട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയതിന് നിങ്ങൾ അവർക്ക് ക്ഷമ കൊടുക്കണം എന്നാണ് പറയുന്നത്. അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു വേദന തന്നിട്ടുണ്ടായിരിക്കാം. അതല്ലാതെ നിങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കും നല്ല ടേംസിലായിരുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള വാക്കുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇവർ തന്നെ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളോട് ക്ഷമിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, സെക്യൂർ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ അവരുടെ പെർഫെക്റ്റ് പാർട്ട്ണർ അല്ല, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അത്രയും ഒരു പൊസിഷനിലല്ല നിൽക്കുന്നത്. അതുപോലെ നിങ്ങളുടെ അത്രയും ഉള്ള ഒരു വാല്യുബിൾ ആയിട്ടുള്ള പേഴ്സൺ അല്ല ഇവർ എന്നുള്ള ഒരു ഫീലിങ്സ് ആണ് ഇവർക്കുള്ളത്. ഓക്കെ, നിങ്ങൾ അവരെ കെയർ ചെയ്യുന്ന പോലെ, സ്നേഹിക്കുന്ന പോലെ തിരിച്ചും സ്നേഹിക്കാനോ കെയർ ചെയ്യാനോ ഒന്നും ഇവരെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ഒരു ഭയം, അല്ലെങ്കിൽ അവർക്ക് ഒരു ഇൻസെക്യൂർ ഫീലിംഗ് കാരണമാണ് അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ഫീലിങ്സ് അവരുടെ മനസ്സിനകത്തുണ്ട്. അതുകൊണ്ട് അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, പ്രോമിസ് എന്നാണ് പറയുന്നത്. അവർ നിങ്ങൾക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു പ്രോമിസ് അവർ എന്തായാലും പാലിക്കും, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോമിസ് അവർ മറന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് വരും. ഓക്കെ, അവർക്ക് നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോമിസ് ഒന്നും അവർ മറന്നിട്ടില്ല, അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, മിഷൻ എന്നാണ് കാണിക്കുന്നത്. അവരിലേക്ക് അവരുടെ സെൽഫ് ഗ്രോത്തിന് ഫോക്കസ് കൊടുത്ത് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മിഷൻ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അവരിപ്പോൾ ഒരു മിഷനിലാണ്, അവരുടെ സെൽഫ് ഗ്രോത്തിലാണ്, ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്താണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്ന ഒരു സമയത്ത് അവർ നിങ്ങളിലേക്ക് വരും. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, അവരവരുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. മൈ വേൾഡ് എന്നാണ് പറയുന്നത്. അവരുടെ ലോകം തന്നെ നിങ്ങളാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അവർ അത്രയും ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ ലോകത്തിൽ വേറെ ആരും അവരുടെ ചുറ്റും വേറെ ആരൊക്കെ ഉണ്ടായാലും അവർക്ക് നിങ്ങളാണ് അവരുടെ ലോകം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്നു അവർ, അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരും. ഓക്കെ, മൈ വേൾഡ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ലൈഫിൽ ഇത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ അവർക്ക് അവരുടെ ലോകം മൊത്തം നിങ്ങളാണ് അവരുടെ എല്ലാം. ഓക്കെ, അങ്ങനെ ഒരു കാർഡാണിത്. എല്ലാം എന്ന് പറയുമ്പോൾ അവരിപ്പോൾ മാറി നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അവരുടെ മനസ്സിനകത്ത്, നിങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഓപ്പണിംഗ് അപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, അവരവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുണ്ടായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങളോട് തുറന്നു പറയും.
ഓക്കെ. അവർ എല്ലാവരുടെ അടുത്തും ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷെ അവരുടെ ഫാമിലിയിൽ അവരുടെ അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോടും അവർ തുറന്നു പറയാത്ത കാര്യങ്ങൾ അവർ നിങ്ങളുമായിട്ടാണ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ മാറി നിന്നിട്ടുള്ളത്, അവർക്ക് എത്രത്തോളം നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളത് അവർ നിങ്ങളോടാണ് തുറന്നു പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ. ട്വിൻ ഫ്ലെയിം സയൻസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേനിയിലുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മാച്ച് ആവും. ഈ ഒരു ട്വിൻ ഫ്ലെയിം സയൻസ് കാരണം, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിംസിന് അങ്ങനെ ഒരു എന്താ പറയുക, കുറച്ചു കാലം എന്താ അടുത്തുണ്ടായാൽ അവർ പെട്ടെന്ന് അവർക്ക് ഇങ്ങനെ നിങ്ങളിൽ നിന്നും അകന്നു പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഓക്കെ. ട്വിൻ ഫ്ലെയിംസ് അങ്ങനെയാണ്, ചേസ് ചെയ്യുക റൺ ചെയ്യുക, ചേസ് ചെയ്യുക റൺ ചെയ്യുക, അങ്ങനെയാണ് അവരുടെ ഒരു ജേണി അങ്ങനെയാണ്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് മാച്ച് ആവില്ല എങ്കിലും ട്വിൻ ഫ്ലെയിം സയൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു സയൻസ് കാരണമാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും റണ്ണർ ചേസർ ഒരു എനർജിയിലാണ്. അപ്പോൾ ആ ഒരു എനർജി കാരണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ. നീഡ് യു എന്നാണ് ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു കാർഡ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു വാലന്റൈൻസ് ഡേയിൽ നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ അത്രയും അവരുടെ അടുത്ത് ഇപ്പം നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അവർ നിങ്ങളെ ഈ ഒരു ദിവസം മെസ്സേജ് ചെയ്യാനോ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറയാനോ ഒക്കെ ചാൻസസ് ഉണ്ട് കേട്ടോ. സ്ലീപ്ലെസ് എന്നാണ് പറയുന്നത്. അവർക്കിപ്പോൾ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അവർ സ്ലീപ്ലെസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ കാരണം ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുവാണ്. അവർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണോ വേണ്ടയോ, ഇനി തിരിച്ചു വന്നാൽ എങ്ങനെയായിരിക്കും, നിങ്ങൾ അവരെ ആക്സെപ്റ്റ് ചെയ്യുമോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് കാരണം അവർക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അവർ ഈ ഒരു നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. ടൈം അപ്പാർട്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ വർക്ക് ചെയ്യാനും അവർക്ക് അവരിൽ വർക്ക് ചെയ്യാനുമുള്ള ഒരു ടൈമാണ് എന്നാണ് കാണിക്കുന്നത്. അതായത് അവർ ഇപ്പോൾ ഒരു ബെറ്റർ പേഴ്സൺ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളെ വിഷമിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ അവർക്കും കൂടി വിഷമമുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ടൈം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ള ഈ ഒരു ടൈം അവർ ഈ ഒരു സമയം അവരിൽ തന്നെ വർക്ക് ചെയ്യാനും അവരെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കി മാറ്റാനും വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങളിലേക്ക് തിരിച്ചു വരാനും നിങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങളെ മൊത്തമായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വിട്ടു പോകാൻ വേണ്ടിയിട്ടല്ല, പൂർണ്ണമായിട്ടും നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ. സൈലൻസ് എന്നാണ് പറയുന്നത്. അവർക്കിപ്പോൾ നിങ്ങളോട് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നതിലും അപ്പുറം സ്നേഹം നിങ്ങളോടുണ്ട്. അവർക്ക് അവരുടെ ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കാരണം അതൊക്കെ അവർ എങ്ങനെയാണ് നിങ്ങളോട് ഇതൊക്കെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഇവിടെ ഓപ്പണിംഗ് അപ്പ് എന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്പണിംഗ് അപ്പ് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് എങ്ങനെ ഷെയർ ചെയ്യുക എന്നുള്ള അത് അവർക്ക് അറിയുന്നില്ല. എങ്ങനെയാണ് നല്ല രീതിയിൽ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് റെഡിയാക്കുക എന്നുള്ളത് അവർക്ക് അറിയുന്നില്ല. അപ്പോൾ അത് കാരണമാണ് അവർ ഒരു സൈലൻ്റ് ആയിട്ട് നിന്നിട്ടുള്ളത്. അല്ലാതെ നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. അവർക്ക് നിങ്ങളോട് ഇതെല്ലാം ഓപ്പൺ ആയിട്ട് പറയാനോ അത് എക്സ്പ്രസ് ചെയ്യാനോ നിങ്ങളെ മനസ്സിലാക്കി എടുക്കാനോ എന്തായിരുന്നു അവരുടെ സിറ്റുവേഷൻ എന്ന് നിങ്ങളോട് പറഞ്ഞ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നുണ്ടായിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ. റിഗ്രറ്റ് എന്നാണ് കാണുന്നത്. അവർ വിഷമിക്കുന്നുണ്ട്, റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്നതിൽ അവർക്ക് റിഗ്രറ്റ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ. അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് അവരുടെ മനസ്സിന് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ഒക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവരിപ്പോൾ ഈ ഒരു മാറി നിൽക്കുകയും നിങ്ങളെ വിഷമിപ്പിക്കുകയും ചെയ്യുന്നതിൽ റിഗ്രറ്റോട് കൂടിയാണ് നിൽക്കുന്നത്. ഓക്കെ. ഒരു കാർഡ് കൂടി എടുക്കാം.
സ്ട്രൈവ് എന്നാണ് പറയുന്നത്. അവരിൽ വർക്ക് ചെയ്യാണ്, അവരെ ബിൽഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അവരുടെ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ടൈമാണ്, അവർ ഒരുപാട് നോളജ് നേടിയെടുക്കുന്ന ഒരു ടൈമാണ്. അങ്ങനെ അവരുടെ സെൽഫ് ഗ്രോത്തിലോട്ട് പോകുന്ന ഒരു ടൈമാണെന്നാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഇവരുടെ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. നിങ്ങളാണ് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളാണ് നിങ്ങളിൽ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാനുള്ള ചാൻസ് ആണ് ഉണ്ടാവുക. ഇപ്പോൾ അവരുടെ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്നു, അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ അല്ലെങ്കിൽ ആ പെയിൻഫുൾ ആയിട്ടുള്ള ചിന്തകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അവരെക്കുറിച്ചുള്ള ഓർമ്മകളും അവരെക്കുറിച്ചുള്ള ചിന്തകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, മിസ്സിങ് ഫീലിങ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിലേക്ക് ഇതുപോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുകയും അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഒരു മെസ്സേജ് കാർഡ് കൂടി എടുക്കാം. മെസ്സേജ് ഓഫ് ലവ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യും. ഓക്കെ, അവർ നിങ്ങളെ വിളിക്കും, നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾക്ക് വാലന്റൈൻസ് ഡേ ആയിട്ട് ഉള്ള ഒരു ലവ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തുനിന്ന് വരും. ഓക്കെ, അങ്ങനെ ഒരു മെസ്സേജ് വരുന്നു, ലവ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളൊരു കാർഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു മെസ്സേജ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, യൂണിവേഴ്സിൽ നിന്ന് നല്ലൊരു മെസ്സേജാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ലവ് മെസ്സേജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു മെസ്സേജ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുക. ഓക്കെ, അതുപോലെ അവരിൽ ഫോക്കസ്ഡ് ആയിട്ട് അവരിൽ വർക്ക് ചെയ്യുന്ന ഒരു ടൈമാണ്. അവർക്ക് റിഗ്രറ്റ് ഉണ്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ. അതുപോലെ ഓപ്പണിംഗ് അപ്പ്, അവരെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. മൈ വേൾഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ലോകം തന്നെ നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മെസ്സേജ് ചെയ്യാതിരിക്കാനോ വിളിക്കാതിരിക്കാനോ അവർക്ക് പറ്റില്ല. അവരിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം. ലെറ്റർ പി, ലെറ്റർ എസ് മാർച്ച്, ലെറ്റർ എഫ്, ലെറ്റർ ജെ അവിട്ടം, ലെറ്റർ യു ആയില്യം, ലെറ്റർ എം, ലെറ്റർ ആർ 1998, മകം, മകീര്യം, ഡിസംബർ 2000, 1999, ജനുവരി, പുണർധം 1989, രോഹിണി, ഉത്രം, മെയ്, ഭരണി, ചതയം, രേവതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വാലന്റൈൻസ് ഡേ മെസ്സേജ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്